അത് RSS പട്ടികളെ പരനാറികളെ ABVP ചെറ്റകളെ അന്തിക്കമ്പലമുറ്റത്ത് 6 അടി കുറുവടി മുളകൊടി ഏന്തി ഗോലി കളിക്കും പിള്ളേരെ RSS പട്ടികളെ എന്ന് പറഞ്ഞ് വിളിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പ്രകടനം. അതിന് നടുക്കുന്നതാണ് ബോലോ തക്ബീർ വിളിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. ജുമാ നടക്കുന്നതിനിടെ, നിസ്കാരം നടക്കുന്നതിനിടെ KRന്റെ ബസ് അതുവഴി കടന്നു ഹോൺ അടിച്ചു. ആദ്യത്തെ വണ്ടി ഹോൺ അടിച്ചു, രണ്ടാമത്തെ വണ്ടി ഹോൺ അടിച്ചു. അതാണ് പ്രകോപിപ്പിച്ചത്. ഇത് തകർത്തത് പിന്നെ അന്നത്തെ ഒരു ലീഗിലെ മന്ത്രിയായിരുന്ന ആളാണ് പൊളിച്ചു കളഞ്ഞത്. അവരുടെ പിന്നെല്ലാ വണ്ടി അവരാ പിടിച്ചെടുത്തത്. ചേട്ടാ, KR എന്ന കാട്ടുപുതുശ്ശേരിക്കാരനായ KR വസന്തകുമാറിനെ അറിയാത്തവർ തെക്കൻ കേരളത്തിൽ ചുരുക്കമായിരിക്കും. കാട്ടുപുതുശ്ശേരി രാഘവൻ എന്ന K രാഘവന്റെ മകനായ വസന്തകുമാർ ആദ്യം സിമന്റ് വ്യാപാരമായിരുന്നു. അതിനുശേഷം ശങ്കർ സിമന്റിന്റെ മൊത്ത വ്യാപാരമായിരുന്നു. അതിനുശേഷം ഫൈനാൻസ് രംഗത്തേക്ക് വരുന്നു. പിന്നീടൊരു അത്ഭുതകരമായ വളർച്ചയായിരുന്നു. പിന്നീട് ഫൈനാൻസ്, ബാർ, ഹോട്ടലടക്കം കേരളത്തിലും പുറത്തുമൊക്കെയായി ധാരാളം വ്യവസായ ശൃംഖലകൾ സ്ഥാപിച്ച KR ഗ്രൂപ്പിന്റെ പതനം പെട്ടെന്നായിരുന്നു. ആ ഒരു കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ കഥ നേരത്തെ ഒരു ചാനലിൽ ഞാൻ സംസാരിച്ചതാണ്. അത് ഏകദേശം ഒരു 5 ലക്ഷത്തോളം പേര് കണ്ടതാണ്. എൻ്റെ പേര് ഒരുപാട് തെറിവിളിയും ഭീഷണിയും ഒക്കെ ഉണ്ടായി. നമ്മൾ പറയുന്ന സത്യമാണ്. KRനെ തകർത്തത് ഇവിടുത്തെ മതമൗലികവാദികളാണ്. KRനെ തകർക്കുക എന്ന് പറയുന്നത് അവരുടെ വലിയ ഉദ്ദേശമായിരുന്നു. കാരണം നിമിഷ നേരം കൊണ്ടൊരാൾ KR വസന്തകുമാർ എന്ന് പറയുന്ന K രാഘവൻ്റെ മകൻ വസന്തകുമാർ വളർന്നു വന്നത് നിമിഷ നേരം കൊണ്ടാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിരുന്നു വളർച്ച. അജേഷ്, രാജേഷ്, അനീഷ് മക്കളാണ് 3 പേര്. ഒരാൾ ആത്മഹത്യ ചെയ്തു. ഞാൻ ആ വാർത്ത ചെയ്ത ശേഷം അതിൽ ആത്മഹത്യ ചെയ്ത ആളുടെ പേരൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തതായിട്ട് പിന്നെ ആ ചാനലിലെ അവതാരകൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഇന്ന ആളാണ് മരിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിനകത്ത് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. KRൻ്റെ സർവീസ് ഭയങ്കരമായിരുന്നു. കൊല്ലം, തിരുവനന്തപുരം 2 ജില്ല അവരായി. 2 ജില്ല അവർ പിടിച്ചടക്കി. ഒരു മധു മോഹൻലാലും അഭിനയിച്ച സിനിമയുണ്ട്. മധു അച്ഛനും മോഹൻലാൽ മകനുമാണ്. ആള് വരുമ്പോൾ ഈ പറയുന്ന പോലെ വണ്ടികളെല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞു. നശിപ്പിച്ച ഒരു സാമ്രാജ്യം. അതാണ് ആ കഥ പറയുന്നത്. അവസാനം ഈ പ്രതികാരം അച്ഛനോട് ചെയ്തതിൻ്റെ കണക്ക് മുഴുവൻ മകൻ ചെയ്യുന്നതാണ് കഥ. ആ ഒരു കഥ സിനിമയുടെ ഇതിവൃത്തം. പക്ഷേ KRൻ്റെ മക്കളെ അടക്കം KRൻ്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. KRൻ്റെ കാട്ടുപുതുശ്ശേരിയിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ KRൻ്റെ വീട് ഇപ്പോഴും ഉണ്ട്. KRൻ്റെ വീട് കാട് പിടിച്ച് കിടക്കുകയാണ്. മൊത്തം കാട് കയറി ഒരു വെള്ള പെയിൻ്റ് അടിച്ചൊരു വീടാണ്. അതിൻ്റെ ഫ്രണ്ടിലൊരു ആന ഇരിപ്പുണ്ട്. അത് അവരുടെ എംബ്ലമാണ്, KRൻ്റെ എംബ്ലമാണ്. KRന് 100-ലധികം സർവീസ് ഉണ്ടായിരുന്നു. KRൻ്റെ ബസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം 2 ജില്ല പിടിച്ചടക്കിയിരിക്കുകയാണ്. അവരുടെ വണ്ടികളേ ഉള്ളൂ. റൂട്ടിൽ അവർ കുത്തക എന്ന് പറയില്ലേ, മൊണോപ്പൊളി ആയിരുന്നു അവർ. പക്ഷെ അതിൻ്റെ ഒരു അടിത്തറ ഈ KR ഫൈനാൻസ് എന്ന സ്ഥാപനം. ഫിനാൻസിൽ അല്ല, ഇത് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ 106% പലിശ അതായിരുന്നു അവരെ ആകർഷകമാക്കിയത്. അതുകൊണ്ട് നിരവധി നിക്ഷേപകർ അതായത് പള്ളിക്കലുള്ള ഈ ഭാഗത്തിലെ ആൾക്കാർ മുഴുവൻ കൊണ്ടുപോയി ഫണ്ട് ചെയ്ത് കഴിഞ്ഞു. അതിലേക്ക് പണം ഇറക്കി പലിശയ്ക്ക്. കാര്യം ഇൻട്രസ്റ്റ് അത്രയും വലിയ ഇൻട്രസ്റ്റാണ് കിട്ടുന്നത്. ആ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് KRൻ്റെ വണ്ടി ഹോൺ അടിച്ചു. ജുമാ നടക്കുന്നതിനിടെ, നിസ്കാരം നടക്കുന്നതിനിടെ KRന്റെ ബസ് അതുവഴി കടന്നു പോകുമ്പോഴും ഹോൺ അടിച്ചു. ആദ്യത്തെ വണ്ടി ഹോൺ അടിച്ചു, രണ്ടാമത്തെ വണ്ടി ഹോൺ അടിച്ചു. അതാണ് പ്രകോപിപ്പിച്ചത്. അപ്പോൾ ഹോൺ അടിച്ച രണ്ടാമത്തെ വണ്ടിയിലെ കണ്ടക്ടറെയും കിളിയെയും ഡ്രൈവറെയും ഇവരിറങ്ങി അടിച്ചു. പള്ളിക്കൽ ജുമയിൽ നിന്ന് ഇറങ്ങി ജുമ നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി അടിച്ചു. അടി കിട്ടിയത് ഇവർക്കാണ്. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ. അടി അവർ കൊണ്ടുകൊണ്ട് പോവില്ല. അങ്ങനെ പോകുന്നൊരു KRൻ്റെ ഗ്യാരേജ് ഉണ്ട്. അവിടെ അത്രയും ഡ്രൈവർമാർ കിടപ്പുണ്ട്, ക്ലീനേഴ്സ് ഉണ്ട്. കാട്ടുപുതുശ്ശേരി ഭാഗത്ത് ഒരു 5 ഏക്കറോളം വരുന്ന ഒരു വലിയ ബോഡി വർക്ക്ഷോപ്പ് ഉണ്ട്. ബോഡി വർക്ക്ഷോപ്പ് കിടക്കുകയാണ്. വണ്ടികളെല്ലാം അവിടെ പാർക്ക് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഡ്രൈവർമാരും എല്ലാം കിടക്കുകയാണ്. അടിച്ചത് 20 പേരാ. ഇവിടെ കിടക്കുന്നത് 10-100 പേരാ.
തിരിച്ചടിച്ചു രാത്രി. അന്ന് രാത്രി ഇറങ്ങി പിന്നെ ഈ പള്ളിയിലെ ഇന്ന് ഇറങ്ങിയവന്മാരെ അടിച്ചവരെ എല്ലാം തിരിച്ചു പിടിച്ചടിച്ചു. അപ്പോൾ അതിനകത്ത് അടി കിട്ടിയതിൽ പള്ളിയുടെ ഉസ്താദിന് അടി കിട്ടി എന്ന് പറഞ്ഞ് കഥ പ്രചരിച്ചു. പള്ളിയിലെ ഉസ്താദിന് അടി മേടിച്ചു, KRന്റെ ഗ്രൂപ്പുകാർ കയറി അടിച്ചു. ഇതൊന്നും വസന്തകുമാർ അറിയുന്നില്ല. ഈ നടക്കുന്ന തമ്മിലുള്ള ജീവനക്കാരുണ്ടാക്കി വെച്ച പ്രശ്നമാണ്. ജീവനക്കാർ അങ്ങോട്ട് ഹോൺ അടിച്ചു, പിന്നെ അവർക്ക് അടി കിട്ടി, തിരിച്ച് അവർ കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം വസന്തകുമാറിനെ കാത്തിരിക്കുകയായിരുന്നു, നോക്കി വെച്ചേക്കുമായിരുന്നു വസന്തകുമാറിനെ ഒരവസരത്തിന് വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു വിഷയം വസന്തകുമാറിനെതിരെ വരണമായിരുന്നു. അപ്പോൾ കിട്ടിയ ഇഷ്യൂ മതവികാരമാണ്. പള്ളിയുടെ മുമ്പിൽ KRന്റെ വണ്ടി ഹോൺ അടിച്ചു, നിസ്കാര സമയത്ത് ഹോൺ അടിച്ചു, ജുമാ അടക്കുമ്പോൾ ഹോൺ അടിച്ചു. ഇതെന്താ ഈ നാട്ടിൽ നിയമമൊന്നുമില്ലേ? ഈ നാട്ടിൽ റോഡിൽ കൂടെ ഓടാനുള്ള ഇത് കൊടുത്തിട്ടല്ലേ വണ്ടി ഓടുന്നത്? നമ്മളിപ്പോൾ ഞാൻ മനഃപൂർവ്വമാണ് ഒരു വിശ്വാസത്തെ, വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതെങ്കിൽ അവിടെ ബ്ലോക്ക് ആകുന്നേ. അവിടെ സ്ഥിരം ബ്ലോക്കാണ്, സ്ഥിരമായിട്ട് അവിടെ വണ്ടി ഓടത്തില്ല. ഇവരുടെ ഈ ജുമാ എന്ന് പറയുന്ന പരിപാടി അവിടെ നടക്കുമ്പോഴത്തേക്ക് അവിടെ റോഡ് ബ്ലോക്കാണ്, വണ്ടികൾ മൊത്തം പാർക്ക് ചെയ്തിട്ട്. വണ്ടികൾ മുഴുവൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വണ്ടി പോവുക? എങ്ങനെ? സ്വാഭാവികമായിട്ട് ഏത് വണ്ടി ഹോൺ അടിക്കും. ആ ഒരു സംഭവത്തിന് പിന്നാലെ ഒരു CPM പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ KR ഫിനാൻസ് തകർന്നു എന്നുള്ള കഥ പ്രചരിച്ചു. അതായിരുന്നു തുടക്കം. അവൻ CPM നേതാവൊന്നും അല്ല, ഇവനൊക്കെ SDP-കാരാ, അന്നത്തെ NDF-കാർ, പഴയ NDF, പിന്നെ പോപ്പുലർ ഫ്രണ്ട്, ഇപ്പോൾ SDPI എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി നടക്കുന്ന പകൽ CPM-ഉം രാത്രിയിൽ എമ്മറക്കൊക്കെ നിറം വേറെയാണ്. മരാണ് ഇറങ്ങി നല്ല രീതിയിൽ പ്രചരിപ്പിച്ചു. KR പൊളിഞ്ഞു, ആളുകൾ മുഴുവൻ പൈസയ്ക്ക് വേണ്ടി ചെന്നു, കൊടുക്കാൻ പൈസ പെട്ടെന്ന്. അതായത് ഇത് ഈ ഫണ്ട് മുഴുവൻ പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫണ്ട് മൊത്തം പല സ്ഥലങ്ങളിൽ, പല ബിസിനസ്സാണ്. കോറിയുണ്ട്, KRന്റെ സിമെൻസ് ഉണ്ട്, KRന്റെ കോറിയുണ്ട്, KRന്റെ ബാറുണ്ട്. തമിഴ്നാട്ടിലടക്കം ബിസിനസ് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ വസന്തകുമാർ പറഞ്ഞു, സമയം താ, 1 മാസത്തെ സമയം, 30 ദിവസം തരാൻ പറഞ്ഞു. എമാർ വീണ്ടും ആളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു KRന് സമയം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. KRന് ഇനി ഒരു നിമിഷം പോലും സമയം കൊടുക്കാൻ പാടില്ല എന്ന് എമാർ പ്രഖ്യാപിച്ചു. അതോടുകൂടിയാണ് ആളുകൾ ബഹളം ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കഥ, ഇത് നേരിക്കണ്ടയാളാണ് ഞാൻ. കാര്യം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുനാൾ പോലെ കളിച്ചു വളർന്നതാണ്. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് പകൽക്കുറി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ ഈ ബസ്സിൽ കയറി. പള്ളിക്കൽ പകൽക്കുറിയിലേക്ക് ഞാൻ ബസ് കയറിയപ്പോൾ ഞങ്ങളെ ഈ വണ്ടി തടഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഇറക്കി വിട്ടു. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ഞങ്ങൾ യാത്രക്കാർ ഒരു 10-30 മേളിൽ ഉണ്ടാവും. എല്ലാത്തിനെയും ഇറക്കി വിട്ടിട്ട് ഇവർ വണ്ടി പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ ആ ഒരു സമയത്ത് ഈ KR വസന്തകുമാറിനെ അന്ന് AK ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്രയധികം പെർമിറ്റുകൾ പുനലൂർ, ആറ്റിങ്ങൽ, കിളിമാനൂർ, കടയ്ക്കൽ, ഓരോ മേഖലയിലേക്കും ഏകദേശം 60% എന്ന് പറയുമ്പോൾ KSRTCയുടെ സർവീസ് പോലും നടത്താൻ പറ്റാത്ത രീതിയിൽ KRന്റെ വണ്ടികൾ ഓടുമായിരുന്നു. KRന്റെ വണ്ടികൾ എന്ന് വെച്ചാൽ പള്ളിക്കൽ, ആയൂര്, ചടയമംഗലം, കടയ്ക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ KRന്റെ വണ്ടികൾ മാത്രമേ ഒരു സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ പള്ളിക്കലത്തെ അല്ലെങ്കിൽ കടയ്ക്കൽ സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നിരന്ന് കിടക്കുന്ന മൊത്തം KRന്റെ വണ്ടികളാണ്. അല്ല, ഒരേ സമയത്ത് KRന്റെ വണ്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ. മൊത്തം മൊണോപ്പൊളിയാണ്. പക്ഷെ അത് ഒരു തെറ്റാണ്, നിയമപ്രകാരം മേടിക്കുന്നതല്ലേ. ഇത് തകർത്തത് അന്നത്തെ ഒരു ലീഗിലെ മന്ത്രിയായിരുന്ന ആളാണ് പൊളിച്ചു കളഞ്ഞത്. അവരുടെ പിന്നെല്ലാ വണ്ടിയും അവരാ പിടിച്ചെടുത്തത്. ആ വണ്ടിയുടെ പേര് നമ്മളിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ഈ ഫിനാൻസ് പൊളിഞ്ഞു എന്ന വാർത്ത കേട്ട് ഈ KRന്റെ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് എത്തിയ എല്ലാവർക്കും വലിയ തുക കിട്ടാനുള്ളവർക്കൊക്കെ ഈ ബസ്സും ലോറിയും ഒക്കെ കൊടുത്താണ് പിടിച്ചെടുത്തിയ. കൊടുത്തല്ല, അങ്ങനെയാണ് എല്ലാം പിടിച്ചോണ്ട് പോയത്. എല്ലാ വണ്ടിയും ഇതിനൊക്കെ 6 ലക്ഷം 7 ലക്ഷം ഒക്കെ ഫിനാൻസ് തുക ബാക്കി ഉണ്ടായിരുന്നു. അത്രേ ഫിനാൻസ് ഉള്ള വണ്ടികളാണ് എല്ലാം എടുത്തോണ്ട് പോയതല്ലേ. എത്ര വണ്ടികൾ പിന്നെ ഓടി, അയ്യൂബ്, ഫാത്തിമ, എത്ര വണ്ടികൾ ഓടി. ഈ വണ്ടിയുടെയൊക്കെ പുറകിൽ ഒരു എംബ്ലം ഉണ്ടായിരുന്നു, ഒരു റൗണ്ട് ഇതിനകത്താണ്
ഈ എംബ്ലം വെച്ചിരുന്നത്. ഒരു ആനയുടെ പടമാണ്. ഇത് ബോഡിയിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. ഇത് മാറ്റണമെങ്കിൽ ബോഡി കട്ട് ചെയ്യണം, ആ ബോഡി പൊളിക്കണം. ബോഡി എത്രയും ഭാഗം കട്ട് ചെയ്താൽ മാത്രമേ ഈ സാധനത്തെ മാറ്റാൻ പറ്റുകയുള്ളൂ. അത് പിന്നെ വണ്ടികൾ പിടിച്ചുകൊണ്ട് പോയി പേര് മാറ്റി, ഫാത്തിമ എന്നൊക്കെ പേര് ഇട്ട് വണ്ടികൾ, പിന്നെ KRൻ്റെ വണ്ടികൾ ഓടിത്തുടങ്ങി. ഏറ്റവും അവസാനം വസന്തകുമാർ നാട് വിട്ടു. കോയമ്പത്തൂർ വെച്ചാണ് മരിക്കുന്നത്. 2008-ലാണ് കോയമ്പത്തൂർ വെച്ച് മരിക്കുകയായിരുന്നു. മകൻ തമിഴ്നാട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്തു, ഒരു ലോഡ്ജിൽ തൂങ്ങി മരിച്ചു. പിന്നെ 2 മക്കളുണ്ട്, അവരിപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്, ഫാമിലി ട്രിവാൻഡ്രത്തുണ്ട്. മൊത്തം കടം കയറി പോയി. ഇപ്പോൾ അത് ഭൂമിയൊക്കെ കോടതി നടപടിയിലാണ്. കോടതിയുടെ ഈ ഇടയ്ക്ക് അതിൻ്റെ റീസർവേ നടത്തിയായിരുന്നു ഇടയ്ക്ക്. എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലം ആയെന്ന് തോന്നുന്നു റീസർവേ നടത്തി. പിന്നെ ഗ്യാരേജും എല്ലാം റീസർവേ നടത്തിയിട്ട് അതിൻ്റെ ഭൂമി അളന്നിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ ജപ്തിയാവും. അധികം ആ കാര്യത്തിൽ കാത്തിരിക്കേണ്ടി വരില്ല. പക്ഷെ ഒരു നല്ല മുതലാളിയെ തകർത്തില്ലേ? നല്ലൊരു മുതലാളി, ഇത്രയും ആൾക്കാർക്ക് ജോലി കൊടുത്ത ഒരു മനുഷ്യൻ. ഇവർക്ക് സമയം കൊടുത്തിരുന്നെങ്കിൽ KR പൈസ കൊടുത്തേനേന്നേ. റോളിംഗ് കിടക്കുകയാണ്, പൈസ അതിന്റെ തിരിച്ചുവരവുണ്ടല്ലോ. പിന്നെ പൈസ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു. പള്ളിയിൽ ഉസ്താദിനെ അടിച്ചു എന്ന് പറഞ്ഞ് കഥ പ്രചരിപ്പിച്ചു. ഇവരുടെ ഒരു മാസ് അറ്റാക്ക് ആലോചിക്കണം. ഇതൊരുമാതിരി തേനീച്ചക്കൂട് പോലെ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ മാസമായിട്ട് അറ്റാക്ക് ചെയ്ത് കളയും. ഇപ്പം നമ്മൾ പോലും അനുഭവിക്കുന്നുണ്ട് ഈ മാസ് അറ്റാക്ക്. കമൻസ് വരുന്നത് കണ്ടിട്ടില്ലേ? ഒരേ പേരിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ ലിസ്റ്റിലുള്ള ഒരേ രീതിയിലുള്ള പേരുകൾ. ആ പേരുകളിൽ നിന്നാണ് ഭീഷണി വരുന്നതും കമൻറ്റ് വരുന്നതും. പക്ഷേ പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ പടമൊക്കെ ഇട്ടേക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ മറയാണ്. അതൊരു മറയാണ്. പിണറായി വിജയൻ്റെ പടം, മറ്റേ ചുവന്ന കൊടി, മറ്റേ അരിവാൾ ചുറ്റിക നക്ഷത്രം. ഞാൻ അഭിഷേകിനോട് പഴയൊരു കഥ പറഞ്ഞുതരാം. ആ കഥ പിന്നെ പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ SFIയുടെ ചെയർമാനായിരിക്കുന്ന സമയത്ത് കൊല്ലത്ത് മാർച്ച് നടക്കുന്നുണ്ടായിരുന്നു, SFIയുടെ മാർച്ച്. അപ്പോൾ ABP-കാരുടെ നിന്ന് SFIക്കാർക്ക് അടി കിട്ടി. കൊല്ലത്ത് മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഈ മാർച്ചിൻ്റെ പകുതി നിരയിൽ നിന്ന് ബോലോ തക്ബീർ വിളിച്ചു. SFIയുടെ മാർച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നടുക്ക് നിന്ന് ബോലോ തക്ബീർ വിളിച്ചു. ബോലോ തക്ബീർ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ബാക്കി എന്താണെന്ന്, മറുപടി എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ. അതിൻ്റെ ബാക്കി വിളിച്ച് അതായത് നീലക്കുറുക്കൻ കൂട്ടത്തിൽ നിന്ന് പുറത്തു വന്നു. അത് RSS പട്ടികളെ പരനാറികളെ ABVP ചെറ്റകളെ അന്തിക്കമ്പലമുറ്റത്ത് 6 അടി കുറുവടി മുളവടി ഏന്തി ഗോലി കളിക്കും പിള്ളേരെ RSS പട്ടികളെ എന്ന് പറഞ്ഞ് വിളിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പ്രകടനം. അതിന് നടുക്കുന്നാണ് ബോലോ തക്ബീർ വിളിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരു വിഭാഗം ഇതിനകത്ത് ആളിങ്ങനെ കടന്നുകൂടിയെന്ന് അത്ഭുതപ്പെട്ടു പോയി ഞാൻ. എനിക്ക് ഭയങ്കര അന്നേരം പോലെ ഞാനിങ്ങനെ ആലോചിച്ചു തുടങ്ങി. പിന്നെ പല കാഴ്ചകൾ അത് മനസ്സിലാക്കാൻ CPM ഏറെ വൈകിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യം പ്രീണനമാണ്, വലിയ പ്രീണനം എന്ന രീതിയിൽ ആഘോഷിച്ച ആളുകളൊക്കെ ഇപ്പോൾ വിദ്വേഷമാണ്, CPM-നെ വർഗീയ. തീർച്ചയായും ഇന്നിപ്പോൾ ഒരു പിതാവ് എന്നെ വിളിച്ചു, പിന്നെ ഒരു പെൺകുട്ടി മരിച്ച പിതാവ് എന്നെ വിളിച്ചു. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ആ കുട്ടി മരിക്കാനുള്ള കാരണക്കാരൻ CI ആണ്, അവന് ഇപ്പോൾ CI ആണ്, അവൻ PFI-കാരനാണ്. ആളിപ്പോൾ എന്നോട് പറഞ്ഞതാണ്. ഇപ്പം എന്നോട് സംസാരിച്ചോളൂ, ഒരു 10 മിനിറ്റ് പോലും ആയില്ല. PFI-കാരനാണ്, പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ ആൾ. വളരെ വ്യക്തമായി അതിൻ്റെ തെളിവ് മുഴുവൻ ആ പിതാവിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഭരണത്തിൻ്റെ അടക്കം ഓരോ മേഖലകളിലും ഇവർ പിടിമുറുക്കിയിട്ടുണ്ട്. ഓരോരുത്തരെ നശിപ്പിക്കുകയാണ് ഓരോ മുതലാളിമാർ. ഇപ്പോൾ കോവിഡ് സമയത്ത് തൃശ്ശൂർ ഒരു മുതലാളിയെ ഇവർ തകർത്തു. എത്ര ആൾക്കാരെ ഇവരിങ്ങനെ ആളെ പേര് വെച്ചിട്ടാണ്. വസന്തകുമാർ എന്ന് പറയുന്ന K. രാഘവൻ്റെ മകനായിട്ട് വസന്തകുമാർ എന്നുള്ള പേരാണ് ഇവരുടെ പ്രശ്നം. വസന്തകുമാർ എന്നുള്ള പേരാണ്, വർഗീയതയാണ്. അങ്ങനെയാണ് തകർത്തത്. നമ്മൾ പറയും, ഇനിയും പറയും. ഇനി ഈ കഥകൾ മൊത്തം കേട്ടിട്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ കഥ മൊത്തം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ എത്ര മുതലാളിമാരെ തകർത്തു, എനിക്കറിയാവുന്ന എത്ര മുതലാളിമാർ, എത്രയോ പേരെ തകർത്തു, എത്രയോ പേരെ നശിപ്പിച്ചു. ഇവർ അടപടലം, ഇവരൊരു സംഘമായി നിൽക്കുകയാണ്, ഒരു തേനീച്ചക്കൂട്. എന്നിട്ട് ഇവർ സംഘമായി നിന്ന്
എതിർ വിഭാഗത്തിലുള്ള ആൾക്കാരെ നശിപ്പിക്കുക നടക്കില്ല. എല്ലാവരും അറിയട്ടെ. എന്തായാലും കാട്ടുപുതുശ്ശേരി വസന്തകുമാർ എന്ന KR എന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തുടക്കവും ഒടുക്കവും എല്ലാം വളരെ നാടകീയമായിരുന്നു. അത്തരത്തിൽ വളരെ ദാരുണമായൊരു കഥയാണ് KRൻ്റെ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് പിന്നിലെ കാരണം. അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.